ശബരിമലയിൽ സജ്ജമായ NDRF സംഘം തിരക്ക് നിയന്ത്രണ വിധേയം കഴിഞ്ഞ ദിവസമുണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കും. അരുൺ കൊടുങ്ങു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ദിവസങ്ങളിലൂടെയായിരുന്നു ശബരിമല സന്നിധാനം ഇതുവരെയും കടന്നുപോയത്. പക്ഷേ ഇപ്പോഴും തിരക്കുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമാണ് ഭഗവാനെ ഒന്ന് ദർശിക്കാൻ കഴിയുക. എന്തായാലും തിരക്ക് നിയന്ത്രണം അത് കൃത്യമായി തന്നെ ഇപ്പോൾ പഴയൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് NDRF സംഘം പൂർണ്ണമായും ശബരിമല സന്നിധാനത്ത് സജ്ജമായിരിക്കുകയാണ്. എന്തായാലും 70 അംഗ സംഘമാണ് ഇപ്പോൾ ശബരിമലയിലും പമ്പയിലും ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രണത്തിൽ അത് കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ, ആ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, മുൻകരുതൽ ഇതിന്റെ ഭാഗമായാണ് എത്രയും പെട്ടെന്ന് NDRF സംഘത്തെ ശബരിമലയിലേക്ക് എത്തിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്രമീകരണങ്ങളൊക്കെ തന്നെ നിലവിൽ തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും തിരക്ക് നല്ലപോലെ ഉണ്ട്. ഇന്നത്തെ ദിവസത്തും രാവിലെ മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഇപ്പോൾ NDRFന്റെ രണ്ടാമത്തെ ടീമും ഇവിടെ നിലവിൽ സജ്ജമായി ഓൺ ഡ്യൂട്ടി ആണ്. ഇപ്പോൾ 2 ടീമിലായിട്ട് മൊത്തത്തിൽ സന്നിധാനവും പമ്പയിലും കൂടെ ചേർത്ത് 60 പേര് ഓൾറെഡി ഇപ്പോൾ ഡ്യൂട്ടിയിൽ വരുന്നുണ്ട്. നമ്മുടെ മാക്സിമം എഫേർട്ട് എന്തായാലും ഈ ഒരു തിരക്കിൽ ഒരു അപകടം ഇല്ലാതിരിക്കാനായിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാമ്പിഡ് സിറ്റുവേഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. പൂർണ്ണമായി തീർത്ഥാടക 18-ാം പടിക്ക് താഴേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നും അത്തരത്തിലുള്ള ഒരു തിരക്ക് മരക്കൂട്ടത്തടക്കമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സാഹചര്യങ്ങളൊക്കെ നേരിടാൻ സജ്ജമായി തന്നെയാണ് NDRF. തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടിയിലുള്ള റെസ്ക്യൂവേഴ്സിൻ്റെ എണ്ണവും നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഇനിയും റെസ്ക്യൂവേഴ്സ് ലൊക്കേഷനിൽ എത്തുകയായിരിക്കും. ഈ പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് സന്നിധാനത്ത് ഇപ്പോൾ ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ NDRF നമ്മളൊരു ഡ്യൂട്ടി പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്യൂവിൽ നിന്നിട്ടാണെങ്കിലും ആരെങ്കിലും തളർന്ന് വീഴുകയോ അല്ലെങ്കിൽ ഒരു സീഷ്യർ സിറ്റുവേഷനോ എന്തുണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ത് കൊടുക്കണം, അതുകൂടാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതെന്തായാലും NDRFന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്തായാലും പൂർണ്ണമായി ടീം ഒന്നാകെ സജ്ജമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ടീം ഫുള്ളായിട്ട് സജ്ജമായിട്ടുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ തിരക്ക് ക്രൗഡ് മാനേജ്മെൻറ്റ് പൂർണ്ണമായും പാളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് കൃത്യമായി തന്നെ നടത്തുക, അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ വയ്യാഴികളൊക്കെ ഉണ്ടാകുന്ന ഭക്തർക്ക് കൃത്യമായി തന്നെ അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി NDRF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ അവരുടെ പൂർണ്ണമായുള്ള ഒരു സജ്ജീകരണങ്ങൾ സജ്ജമാക്കി തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായുള്ള ക്രമീകരണങ്ങൾ നിലവിൽ മുന്നോട്ട് പോകുന്നു. തിരക്ക് നിയന്ത്രണം ഇപ്പോൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുവെന്നാണ് NDRF സംഘവും ഇപ്പോൾ വിലയിരുത്തുന്നത്.